ഹോർമുസിനെ വരിഞ്ഞു മുറുക്കി ഇറാൻ്റെ കൊതുക് പട. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇറാൻ്റെ കൊതുക് പട മാറിയിരിക്കുകയാണ്. എന്താണ് കൊതുക് പട? എന്തൊക്കെയാണ് ഇവിടെ സർവീസുകൾ? എങ്ങനെയൊക്കെയാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്? എന്താണ് അവർക്ക് ഇത്ര പേടി എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മോസ്കിറ്റോ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകതരം രൂപകൽപ്പന ചെയ്ത ഒരു കൂട്ടം കൊതുക് പട അഥവാ ഗറില്ല യുദ്ധ ബോട്ടുകൾ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പുറത്തിറക്കിയത് കുറേ മുമ്പ് തന്നെ ആണെങ്കിൽ പോലും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇത് ഇങ്ങനെയാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടത്. കാര്യം പലതരത്തിലും അവരുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്ന രീതികളും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും വിവരം അജ്ഞാതമാണ്. പലതരത്തിലുള്ള പരിശോധനകളും ഈ അന്വേഷണങ്ങളും നടത്തിയിട്ടും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഏറെക്കുറെ അതിൻ്റെ രഹസ്യമായിരിക്കുന്ന സ്വഭാവ രീതികൾ അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. അതോടെ വലിയ രീതിയിലെ ഭയത്തിലാണ് അവർ. മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലാണ് ഈ കൊതുക് സേന അല്ലെ കൊതുക് പട എന്ന് പറയുന്ന സംവിധാനത്തെ ഇറാൻ നിർമ്മിച്ചത്. റോക്കറ്റ് പ്രൊപ്പല്ലർ, ഗ്രാനേഡുകൾ, മെഷീൻ ഗണ്ണുകൾ ഇവയെല്ലാം വഹിച്ച് സാറ്റലൈറ്റിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇറാനിയൻ കടൽ തീരമായ പാറക്കെട്ടുകളിലെ ആയത്തിലുള്ള ഗുഹകളിൽ നിന്ന് ഇവ കുതിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. ലൈറ്റ് വെയ്റ്റ് സ്പീഡ് ബോട്ടുകൾ എന്നും ഇതിന് പറയുന്നു. അഥവാ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പാറക്കെട്ടുകൾ അല്ലെങ്കിൽ ഉയർന്ന മലമ്പ്രദേശങ്ങൾ പലതും ഉണ്ടാവും. കടലിനോട് ചേർന്നുണ്ടാകുന്ന പല രീതിയും അങ്ങനെയൊക്കെയാണ്. ഇതിനുള്ളിൽ ഇവർ ഗുഹാ സംവിധാനങ്ങൾ ഉണ്ടാക്കും. ബങ്കറുകൾ പോലെയാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ. അത് വലിയ രീതിയിലാണ് അതായത് നാഷണൽ ഹൈവേ പോലെയൊക്കെ വിശാലമാക്കപ്പെട്ട സംവിധാനമായിരിക്കും ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലുണ്ടാവുക. പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു മല പോലെ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അതിനനുസരിച്ചുള്ള പെയിൻറ്റിങ് സംവിധാനം, ഡോർ സംവിധാനമാണ് കൊടുക്കുക. പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നു, ആക്രമണം നടത്തിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഇതാണ് ഇവരുടെ തന്ത്ര രീതികളൊക്കെ. ഭീമൻ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി അപ്രത്യക്ഷമാകുന്ന ഇറാൻ്റെ ഗറില്ല സേന IRGCയുടെ കാതലായ യുദ്ധതന്ത്രമാണ് എന്നാണ് വിശദീകരിക്കുന്നത്. ഇത് അമേരിക്കയുടെ പേടി സ്വപ്നം എന്നും പറയുന്നു. അതായത് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിനെ ആക്രമിക്കണമെങ്കിൽ കൃത്യമായിരിക്കുന്ന ഒരു സമയവും അതിനനുസരിച്ച് സംവിധാന കാര്യങ്ങളും ഒരുക്കി ഏറെക്കുറെ കപ്പലിൻ്റെ അകത്തുള്ള ജീവനക്കാർ അതല്ലെങ്കിൽ സൈനികർ അവർ ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കും. അഥവാ അവർ ഭക്ഷണം കഴിക്കുന്ന സമയം, വിശ്രമിക്കുന്ന സമയം ഒക്കെ ഉണ്ടാവും. കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും അപ്പോൾ തോക്ക് ചൂണ്ടിയിട്ട് കപ്പലിൻ്റെ പുറത്ത് ഉണ്ടാവുക. ബാക്കി കൂടുതൽ ആളുകളും ഈ വിശ്രമിക്കുന്ന ആ സമയം നോക്കിയിട്ട് പെട്ടെന്ന് ആക്രമിക്കുക എന്നുള്ളതാണ്. വളഞ്ഞുകൊണ്ട് ആക്രമിക്കുക. ആ സമയത്ത് ഏകദേശം 100-150 ബോട്ടുകളെങ്കിലും ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിക്കും. അപ്പോൾ കപ്പലിനെ മൊത്തത്തിൽ വളയും. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇത് കുടുങ്ങൽ, ഇത് ചെറുതായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആക്രമിക്കുന്നു. ആക്രമിച്ചതിന് ശേഷം ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവർ അപ്രത്യക്ഷമാകുന്നു. വരുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നില്ല എന്നൊരു പ്രത്യേകത. ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നു, മറ്റൊരു സ്ഥലത്തിലേക്ക് അവരകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് ചുരുക്കം. കടലിലെ ഗറില്ല സേനയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. IRGCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വലിയ വലിയ യുദ്ധക്കപ്പലിനെയാണ് കാര്യമായിട്ട് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങോട്ട് പ്രതികരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ള രീതി അവർ ഉപയോഗിക്കുന്നു. കടൽനൽ കൂടിന് ഏറ് കിട്ടിയ പോലെയാണ് ഇവരുടെ വരവുണ്ടാവുക. അത് ചില ക്യാമറയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടേത്. ഒരു കൂട്ടം വരുന്നു, ഒരു കൂട്ടം അപ്രത്യക്ഷമാകുന്നു. വരുന്നിടത്തേക്ക് അവർ തിരിച്ചു പോകുന്നില്ല. എവിടുന്ന് വരുന്നു എന്ന് അറിയില്ല, എങ്ങോട്ട് പോകുന്നു അറിയില്ല. പക്ഷേ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു. ജെറാഡ് ആൾഡ് ഫോർഡിന് നേരെ ഇങ്ങനൊരു ആക്രമണം നടത്തിയതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് മെഡിറ്ററേനിയൻ കടലിലാണ്. മെഡിറ്ററേനിയൻ കടൽ ആ സമയത്ത് ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെയോ ഒരു അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത് അമേരിക്ക പറയുന്നുണ്ട്. എന്തൊക്കെ സംഭവം നടന്നത് എന്നെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. അബ്രഹാം ലിങ്കൺ കപ്പലുള്ളത് ഈ അറേബ്യൻ കടൽ തീരത്താണ്. അവർക്ക് നിരന്തരം എന്ന തരത്തിൽ ഇതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല.
ചെറുതും പരിഷ്കരിച്ചതും സാങ്കേതിക മികവ് കൊണ്ട് ശക്തി സംഭരിച്ചതുമാണ് ഈ പറയപ്പെടുന്ന ബോട്ടുകൾ. പെട്ടെന്ന് ആക്രമണം നടത്തുന്നു, പിന്നീട് പെട്ടെന്ന് പിന്മാറുക. വലിപ്പം കുറവാണ്, അതുകൊണ്ട് തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിൽ പെടില്ല. 20 കപ്പലുകളെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ആക്രമണമാണ് എന്നാണ് അവർ പറഞ്ഞത് എന്ന് മാത്രം. പക്ഷേ യാഥാർത്ഥ്യം അതിനെക്കുറിച്ചുള്ള വിശദീകരണം ചില അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെ കാണുന്നത് ഭീകരമായിരിക്കുന്ന ആക്രമണത്തിൽ 2 കപ്പലിനെങ്കിലും വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അബ്രഹാം ലിങ്കൻ്റെ കപ്പലിനാണ് ഒന്ന് ഉണ്ടായത് എന്ന് പറയുന്നു. മറ്റൊരു കപ്പലിനെ കുറിച്ചുള്ള പേര് വിവരങ്ങളൊന്നും വിശദീകരണമായിട്ട് പുറത്തു വന്നിട്ടില്ല. വരുന്ന കപ്പലുകൾ പിന്നീട് ഏതാനും ദിവസം കഴിഞ്ഞാൽ കാണുന്നില്ല, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. 1-2 കപ്പലിനെ കാണുന്നില്ല എന്നുള്ള വിവരങ്ങൾക്ക് അതിനിടയിൽ വന്നിരുന്നു. പിന്നീട് കണ്ടെത്തിയോ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ഒരു കപ്പലെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹോർമുസ് കടലിൻ്റെ പ്രശ്നത്തോട് ചേർന്നുകൊണ്ട് മുങ്ങിപ്പോയിട്ടുണ്ട് എന്നും പറയുന്നു. അതും സ്ഥിരീകരണ റിപ്പോർട്ടല്ല. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ട്. അതായത് കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിജീവിച്ച് ഈ മേഖലയിലെ പ്രത്യേകമായിരിക്കുന്ന ഭൂമിശാസ്ത്ര സാഹചര്യത്തിൻ്റെ ഇടയിൽ ഇറാനോട് പിടിച്ചു നിന്നുകൊണ്ട് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കടൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വല്ലാത്ത രീതിയിൽ അതിജീവിച്ചുകൊണ്ട് അമേരിക്ക വിജയിച്ച യുദ്ധങ്ങൾ വളരെ കുറവാണ്. കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിജയിക്കുന്നത് മുഴുവൻ ആകാശ യുദ്ധം കൊണ്ടാണ്. ആകാശ യുദ്ധം ആണെങ്കിൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിസൈലിൻ്റെ വലിയ രീതിയിലുള്ള ശക്തി കൊണ്ട് വല്ലാത്ത രീതിയിൽ ആക്രമണം നടത്തി വിജയിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ചേർന്നിട്ട് പോലും നടക്കുന്നില്ല. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ ഈ യമനുമായി ചേർന്നുകൊണ്ട് ഹൂത്തികളോട് നടത്തിയ സമയത്തും പരാജയപ്പെടുകയുണ്ടായത്. അപ്പോൾ ആകാശ യുദ്ധത്തിലും 2ാം ലോക യുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഇടപെടലൊക്കെ വലിയ രീതിയിലുള്ള വിജയം അവർക്കുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഇറാൻ ഒഴികെ. ഏറ്റവും അവസാനം ഇറാൻ്റെ മുമ്പ് ആക്രമണം നടത്തിയത് വെനിസ്വേല കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. വെനിസ്വേലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ തന്ത്രം അവർക്ക് വിജയിക്കാൻ വേണ്ടി പറ്റി. ജെറാഡ് ആൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, അതായത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്ന കപ്പൽ ഈ യുദ്ധത്തിൽ അത് വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ പങ്കാളിത്തം വഹിച്ചു. 75 അതിൽ കൂടുതൽ യുദ്ധവിമാനം ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ പാകത്തിലുള്ള വിശാലമാക്കപ്പെട്ട കപ്പലാണ് ജെറാഡ് ആൾഡ് ഫോർഡ് എന്ന് പറയുന്നത്. 5000-ഓളം സൈനികരോ അല്ലെ ജീവനക്കാരും അടക്കം അതിൽ ഈ നിലവിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ, അതായത് വെനിസ്വേലയിൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ അമേരിക്കയുടെ ജയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷം പിന്നീട് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് ഇങ്ങോട്ട് ഈ മെഡിറ്ററേനിയൻ കടൽ തീരം ചേർന്നുകൊണ്ട് ജെറാഡ് ആൾഡ് ഫോർഡ് വന്നത്. പിന്നീടാണ് അപ്രത്യക്ഷമായതെന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊതുക് ബോട്ട് സേന ചില റിപ്പോർട്ട് കാണുന്നു. മോസ്കിറ്റോ ഫ്ലൈറ്റ് എന്നാണ് ചില ഇതിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹാർട്ട് ട്രക്ക് ബോട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവ കൂട്ടത്തോടു കൂടി ആക്രമിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് പെട്ടെന്ന് അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. അവർ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പെടാത്ത രീതിയിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. ആ തരത്തിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങൾ നിർമ്മിച്ചത്. അതിന് പറയുന്നത് എങ്ങനെയാണ്? 967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഈജിപ്ത് അടക്കമുള്ള സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം, ഇസ്രായേൽ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് അവരുടെ യുദ്ധവിമാനങ്ങൾ ഏറ്റവും താഴ്ന്ന് പറന്നുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അത് ശത്രുപക്ഷത്തിന്, അത് ഈജിപ്ത് അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, സാറ്റലൈറ്റിൽ കുടുങ്ങാത്ത രീതിയിലാണ് താഴ്ന്ന് പറക്കുന്ന സമയത്ത് ഗുണമുണ്ടാവുക. ആ തരത്തിലാണ് ആക്രമണം നടത്തി വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. സമാനമായിരിക്കുന്ന തന്ത്രങ്ങളാണ് ഇറാൻ പ്രയോഗിച്ചത്. അവരുടെ ഈ പറയപ്പെട്ട ബോട്ടുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും ചിത്രമായിട്ട് അവർക്ക് ദൂരപരിധിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് പോലും അവർ കാണാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഈ കപ്പൽ നിൽക്കുന്ന വല്ലാത്തൊന്നും ദൂരപരിധിയിൽ അല്ലാത്ത തരത്തിലാണ് 50-60 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ആക്രമിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത്. പല തരത്തിലും അമേരിക്ക ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ രീതിയിലുള്ള തലവേദനയാണ്
ഈ ഒരു വിഭാഗം കൊണ്ട് അമേരിക്ക നേരിടുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.